അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. വളരെ കുറച്ചുള്ള അമലാണ് 5 വഖത്ത് നിസ്കാരം, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, യാസീൻ, ഇദാ വഖഅത്തി അർറഹ്മാൻ, നൂറ് സലാത്ത്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ ഒന്നും കൂടുതലൊന്നുമില്ല. എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോകലാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിലരെന്ത് ചെയ്യും? ഇത് കേട്ടിട്ട് രാവിലെ സുബൈക്ക് തന്നെ തച്ചിനിരുന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കുളച്ച് ഫുള്ളിരിക്കും, ചിലപ്പോൾ ഭയങ്കര നിസ്കാരം, എന്നിട്ട് സുബൈ സ്കരിക്കാതെ കിടന്നു. ഇല്ലെങ്കിൽ സുബൈ കഴിഞ്ഞിട്ട് കുറേ നേരം ഖുർആൻ ഓതി ദിക്റൊക്കെ ചൊല്ലിയിരിക്കും. പിന്നെ ക്ഷീണം കാരണം ളുഹർ കാണത്തില്ല. ഇത് ഒരു ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ഇല്ല, കാരണം വേറെ ജോലിപ്പാട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മുടെ നിസ്കാരം എന്തായാലും നമ്മൾ പള്ളിയിൽ വരുന്നു ഫർദ് നിസ്കരിക്കാൻ. എൻ്റെ സഹോദര, ആ റവാത്തിബ് സുന്നത്ത്, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചൂടെ? മൻ സല്ല അർബഅൻ ഖബല ളുഹരി വ അർബഅൻ ബഅദഹു ഹറമഹുല്ലാഹു അലന്നാ ശഫീഉനാ റസൂലുള്ളാഹി. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, 4 റക്അത്ത്, രണ്ടായിട്ട് നിസ്കരിച്ച് ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയാൽ നരകം നിനക്ക് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നബി പഠിപ്പിച്ചതാണ്. അപ്പൊ ആ അമൽ പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം. അത് നിത്യമായി ചെയ്യണം. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഖളാ വീട്ടണം. അങ്ങനെ ശീലിക്കണം. ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ അപ്പോൾ ളുഹറിന് മുമ്പുള്ളത് കിട്ടിയില്ല, ശേഷം നമുക്ക് ഖളാ വീട്ടാം. ളുഹറിന് മുമ്പുള്ളതാകുന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കും, നിയത്ത് ചെയ്തിട്ട് അത് ഖളാ വീട്ടും.